if expectation of x is equal to 5, variance of x is equal to 3, and if probability of modulus of x minus 5 less than h is greater than or equal to 0.99, find the value of h. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ആദ്യം എടുത്തിട്ട് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് modulus of x minus 5 less than h is greater than or equal to 0.99. ഈ കാര്യമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഇനിക്വാളിറ്റി. പിന്നെ നമുക്ക് തന്നിരിക്കുന്നുണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് അല്ലെ, മ്യൂ ഇസ് ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 എന്നും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിഗ്മ ഇസ് ഈക്വൽ ടു √3 എന്ന് പറയും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം, എക്സിൻ്റെ മീന് മ്യൂ 5 ആണ്, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ √3 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം അപ്ലൈയിങ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ടു ദി റാൻഡം വേരിയബിൾ എക്സിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആളായിട്ട് നോക്കാം. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 ലെസ് ദാൻ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഫോമിലുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുമ്പം രണ്ട് തരത്തിൽ നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t². അതായത് ഈ രൂപത്തിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിക്കുമ്പോഴാണ് ഈ എക്സ്പ്രഷൻ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ 1 അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റി 1 ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ റാൻഡം വേരിയബിളിനെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ 5 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ, അതായത് ടി ഇൻറ്റു √3, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t². ഇത് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിനെ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുവരെ കമ്പയർ ചെയ്യുക, കമ്പയറിങ് 1 and 2, 1നെയും 2നെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, 1 മൈനസ് 1/t² എന്ന് ഇവിടെ വന്ന സ്ഥാനത്ത് ഇവിടെ ആരാ വന്നിരിക്കുന്നത്, 0.99 ആണ്. 1 മൈനസ് 1/t² ഇസ് ഈക്വൽ ടു 0.99 എന്ന് കിട്ടി അല്ലേ. അല്ലെങ്കിൽ what is 1/t², that is equal to 1 minus 0.99 എന്ന് വന്നു. that is 0.01 or 1/t²നെ നമുക്ക് ഇങ്ങനെ എഴുതാം കുറച്ചുകൂടി എളുപ്പത്തിൽ, 1/100 എന്ന് എഴുതാം. 0.01 നമുക്ക് എന്ത് എഴുതാം, 1/100 എന്ന് എഴുതാം അല്ലേ. അതായത് t² is equal to 100 ആണ്, or t is equal to 10 നമ്മൾ പോസിറ്റീവ് നമ്പറാണ് എടുക്കേണ്ടത്. ടി നമ്മൾ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പം പോസിറ്റീവ് സ്ക്വയർ റൂട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ ടി എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേമുകൾ കമ്പയർ ചെയ്തു. ഇനി നമുക്ക് എച്ചും ടി സിഗ്മയും, അതായത് ടി √3യും കൂടി കമ്പയർ ചെയ്യും. അപ്പം എച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ചാണ്, എച്ച് ഇസ് ഈക്വൽ ടു ടി √3 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൽ ടി നമ്മൾ കഴിഞ്ഞ എക്സ്പ്രഷനിൽ കണ്ടുപിടിച്ചു, ടി നമുക്ക് 10 ആണ് കിട്ടിയത്. അപ്പോൾ വാട്ട് ഈസ് എച്ച്, എച്ച് ഇസ് ഈക്വൽ ടു 10 √3. അതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് എക്സ് കെ ഗിവൺ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് കെ ഇസ് ഈക്വൽ ടു മൈനസ് 2k, that is equal to 2 plus 1, which is equal to probability of xk is equal to 2k, comma probability of xk is equal to 0 is equal to 1 minus 2 2k. Examine if the law of large numbers holds for this sequence. അപ്പം ഇവിടെ നമുക്ക് എക്സ് കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ആ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നു എന്നും ആ ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമുക്കിതൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, എക്സ് കെ എടുക്കുന്ന ഒരു വാല്യൂ ഏതാണ്, -2k എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ് കെ എന്ന് പറയുന്ന നമ്മളെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, ഒന്ന് -2k എടുക്കുന്നുണ്ട്. വേറൊരു വാല്യൂ ഏതാണ്, എക്സ് കെ എടുക്കുന്നത് 2k ആണ്. അപ്പോൾ 2k എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വാല്യൂ എടുക്കുന്നുണ്ട്.
പിന്നെ എടുക്കുന്ന ഒരു വേറെ വാല്യൂ ഏതാണ്? 0 ആണ്. അപ്പം 3 വാല്യൂസ് ആണ് എൻ്റെ റാൻഡം വേരിയബിൾ എടുക്കുന്നത് അല്ലേ. ആ സീക്വൻസിലുള്ള ഓരോ റാൻഡം വേരിയബിളും 3 വാല്യൂസ് വീതമാണ് എടുക്കുന്നത്. അപ്പം -2k + 2k ആൻഡ് 0. ഈ ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി കൂടി തന്നിട്ടുണ്ട് അല്ലേ. xk -2k ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് ആൻഡ് xk 2k ആവാനുള്ള പ്രോബബിലിറ്റി, ഇത് രണ്ടും സെയിം ആണ്. ആൻഡ് xk 0 ആവാനുള്ള പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. ഒരു റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് അല്ലേ. അപ്പം അതിന് നമ്മൾ അതിന്റെ PMF എന്ന് പറയും. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് f(xk) ആണ് തന്നിരിക്കുന്നത്. അപ്പം -2k ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി. ദാറ്റ് ഈസ് 2 - 2k + 1 എന്ന് മനസ്സിലാക്കി. അതുമാതിരി xk is equal to 2k എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ 2 - 2k + 1. അതായത് ഈ രണ്ട് വാല്യൂസ് എടുക്കാൻ -2k എടുക്കാനും -2k എടുക്കാനും 2k എടുക്കാനുള്ള പ്രോബബിലിറ്റി തുല്യമാണ്. പിന്നെ xk is equal to 0 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1 - 2 - 2k. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയത് അല്ലെ. ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ. xk എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന ഡിഫറെൻറ്റ് വാല്യൂസും നമുക്കറിയാം. ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റികളും നമുക്ക് പറയും. അപ്പം ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അല്ലെങ്കിൽ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് വേരിയൻസ് ഓഫ് Sn ഡിവൈഡഡ് ബൈ n² ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വേർ Sn എന്ന് പറഞ്ഞാൽ x1 + x2 എക്സെട്ര + xn. അപ്പോൾ n റാൻഡം വേരിയബിൾസിൻ്റെ സമ്മ് അവരുടെ വേരിയൻസ് ഡിവൈഡഡ് ബൈ n² എടുത്തു കഴിഞ്ഞാൽ അത് 0യിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും when n ടെൻസ് ടു 0. ഈ കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പ്രഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും വേരിയൻസ് അറിയണ്ടേ അല്ലെ. അപ്പം നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ റാൻഡം വേരിയബിളിന് xk എന്നാണ് എഴുതിയിരിക്കുന്നത്. kക്ക് 1 കൊടുത്താൽ x1 ആയി, 2 കൊടുത്താൽ x2 ആയി, n കൊടുത്താൽ xn ആയി അല്ലേ. അപ്പം നമുക്ക് ജനറൽ ആയിട്ട് ഇവരുടെ മീനും വേരിയൻസും ഒന്ന് കണ്ടുപിടിക്കും. എക്സ്പെക്ടേഷൻ വേരിയൻസ് കാണണം, അതിന് വേണ്ടിയിട്ട് എക്സ്പെക്ടേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് xk എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xk എന്താണ്? ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു f(x) എന്ന് എഴുതും അല്ലേ. ഇവിടെ xk ആണ് ഞാൻ എൻ്റെ റാൻഡം വേരിയബിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സമ്മേഷൻ ഓവർ xk ഇൻറ്റു f(xk). അതായത് നമ്മൾ റാൻഡം വേരിയബിൾ xk എടുക്കുന്ന ഓരോ വാല്യൂ ഇൻറ്റു ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് അതിൻ്റെ സമ്മാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം xk എടുക്കുന്ന ആദ്യത്തെ വാല്യൂ ഏതാണ്? -2k ഇൻറ്റു അയാളുടെ പ്രോബബിലിറ്റി 2 - 2k + 1 എന്ന് വന്നു. പ്ലസ് xk എടുക്കുന്ന നെക്സ്റ്റ് വാല്യൂ ഇസ് 2k ഇൻറ്റു അയാളുടെ പ്രോബബിലിറ്റി വിച്ച് ഇസ് അഗെയിൻ 2 - 2k + 1. പിന്നെ അടുത്ത വാല്യൂ 0 ആണ്. 0 ഇൻറ്റു 1 - 2 - 2k. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാല്യൂസ് എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഈ രണ്ട് ടേമുകൾ സെയിം ആണ്, ഡിഫറെൻറ്റ് സൈൻസ് ആണുള്ളൂ. ഇവിടെ -2k വന്നിട്ടുണ്ട്, ഇവിടെ +2k വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി 0 ആയിപ്പോയി. ആൻഡ് ഇത് ഓൾറെഡി 0 ആണ് അല്ലേ, 0 ഇൻറ്റു ആണ്. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് xk എന്താണ്? 0 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് വേരിയൻസ് ഓഫ് xk ആണ് അല്ലേ. വേരിയൻസ് ഓഫ് xk എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് xk² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് xk ദ ഹോൾ സ്ക്വയർ ആണ് ശരിക്കും. പക്ഷേ ഈ കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് xk² എക്സ്പെക്ടേഷൻ ഓഫ് xk 0 ആണ്. അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് xk എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് xk² ആണ്. ഞാൻ അതാണ് ചെയ്യുന്നത്. വേരിയൻസ് ഓഫ് xk ദറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് xk². അപ്പോൾ എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് xk² കാണുന്നത്? xk എങ്ങനെ കണ്ടു? സമ്മേഷൻ ഓവർ xk ഇൻറ്റു f(xk) എന്ന് വെച്ച് കണ്ടു. അതേപോലെ ദിസ് സമ്മേഷൻ ഓവർ xk ഇവിടെയാണ് xk² വരുന്നത്. xk² f(xk). അതായത് ഓരോ xkയുടെ വാല്യൂകളെയും സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക മൈനസ്, അപ്പോൾ മൈനസ് പോയി സ്ക്വയർ ചെയ്യുമ്പോൾ അല്ലേ, അപ്പോൾ 2 എന്ന് വരും ഇൻറ്റു പ്രോബബിലിറ്റി 2 - -2k + 1 പ്ലസ് 2 സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഇറ്റ്സ് പ്രോബബിലിറ്റി 2 - -2k + 1 എന്ന് വന്നു, പ്ലസ് ലാസ്റ്റ് ടേം 0 n അല്ലേ, or this is equal to variance of xk can be written as 2 ഇൻറ്റു അടുത്ത ടേമിൻ്റെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2 - 2k - 1 എന്നാണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ ബ്രാക്കറ്റ് മാറ്റി അല്ലേ, ബ്രാക്കറ്റ് മാറ്റിയിട്ട് മൈനസ് രണ്ട് ടേംസിനും കൊടുത്തു. അതേമാതിരി അടുത്ത അതിലും അതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലസ് 2k ഇൻറ്റു 2 - 2k - 1. ഇത് രണ്ടിൻ്റെയും ബേസുകൾ തുല്യമാണ്, പവറുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 - 2k - 1 പ്ലസ് ഇവിടെ എന്താണ് അതേപോലെ 2 - 2k - 1 പവർ ഇവിടെ 2k ആണ്, പവറുകൾ നമ്മൾ ആഡ് ചെയ്തു അല്ലേ. അപ്പം ഇവിടെ 2k - 2k പോയി, അപ്പോൾ 2 - -1 ഇവിടെ അതേമാതിരി 2 - -1 ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/2 എന്ന് വരുന്നു. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് കെ എന്താണ് 1 അല്ലേ. അപ്പോൾ കെ ക്യാൻ ബി 1 2 3 എക്സെട്ര അല്ലേ. അപ്പോൾ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് x1? വേരിയൻസ് ഓഫ് x1 1 ആണ്. കെക്ക് 2 കൊടുത്താൽ വേരിയൻസ് ഓഫ് x2 ഇസ് ഈക്വൽ ടു 1. അതിനെ കെക്ക് n കൊടുത്താൽ നമുക്ക് എന്ത് പറയാം, വേരിയൻസ് ഓഫ് xn ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഇനി നമുക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യാനുള്ള കണ്ടീഷൻ നോക്കാം. അത് വേരിയൻസ് ഓഫ് Sn/n² നോക്കണം. അത് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. when n tends to infinity. This is equal to വേരിയൻസ് ഓഫ് Sn എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയൻസ് ഓഫ് x1 + x2 etc. plus xn ഡിവൈഡഡ് ബൈ n² അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ വേരിയൻസിനെ എങ്ങനെ മാറ്റി എഴുതാം, വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 etc. പ്ലസ് വേരിയൻസ് ഓഫ് xn ഡിവൈഡഡ് ബൈ n² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവർ ഓരോരുത്തരും 1 ആണ്. അപ്പോൾ 1 + 1 + etc. 1 അല്ലേ. n ടൈംസ് 1നെ ആഡ് ചെയ്യുമ്പോൾ n കിട്ടും, n/n², ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/n. അപ്പോൾ വേരിയൻസ് ഓഫ് Sn/n² എന്താ കിട്ടിയിരിക്കുന്നത്, 1/n എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. വേരിയൻസ് ഓഫ് Sn ഹോൾ ബൈ n² ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n. അപ്പം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/n എങ്ങോട്ടാണ് പോകുന്നത്, ഇറ്റ് വിൽ ടെൻ ടു 0. അപ്പോൾ നമുക്ക് പറയാം ദ ഗിവൺ സീക്വൻസ് xk ഫോളോസ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. Question: If xi assumes values I and -i with equal probabilities, show that the law of large numbers cannot be applied to the independent variables x1, x2, etc. അതായത് നമ്മളെ കയ്യിൽ തന്നിരിക്കുന്ന റാൻഡം വേരിയബിളിനെ xi കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. i is 1 2 3 etc. അല്ലേ. അപ്പോൾ xi എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ xi എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ രണ്ട് വാല്യൂസ് ആണ് എടുക്കുന്നത്, iയും -i എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് എടുക്കുന്നുണ്ട് വിത്ത് ഈക്വൽ പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞു. അതായത് ഇവരുടെ PMF f ഓഫ് xi വിൽ ബി ഈക്വൽ ടു, രണ്ടും ഈക്വൽ ആണെച്ചാൽ 1/2 1/2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് xi എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് i മാറുന്നതിനനുസരിച്ച് മാറും. ഇപ്പോൾ x1 ആണെച്ചാൽ ഏതൊക്കെ വാല്യൂസ് എടുക്കും, 1ഉം -1ഉം, x2 ആണെച്ചാൽ 2ഉം -2, അങ്ങനെയാണ് ഇത് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് xi എന്ന് പറയുന്നു. അപ്പോൾ xi എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മീനും വേരിയൻസും കാണും. കാരണം വേരിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് xi ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi? അപ്പോൾ സമ്മേഷൻ ഓവർ xi ഇൻറ്റു f ഓഫ് xi, അതായത് എന്ത് ചെയ്യണം, i ഇൻറ്റു 1/2 എന്ന് ചെയ്യണം. i ഇൻറ്റു 1/2 പ്ലസ് എക്സിൻ്റെ അടുത്ത വാല്യൂ -i ഇൻറ്റു 1/2 എന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് xi എന്താ കിട്ടിയിരിക്കുന്നത്, 0 ആണ് കിട്ടിയിരിക്കുന്നത്.
ഇനി വേരിയൻസ് ഓഫ് എക്സ് ഐ നോക്കാം. വേരിയൻസ് ഓഫ് എക്സ് ഐ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ് ഓഫ് എക്സ് ഐ. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ നമ്മൾ 0 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ? ദറ്റ് ഈസ് സമ്മേഷൻ ഓവർ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് ഐകളെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ ടേമുകളെയും ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഐ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/2 പ്ലസ് മൈനസ് ഐ സ്ക്വയർ വിച്ച് ഇസ് ഓൾസോ ഐ സ്ക്വയർ തന്നെ അല്ലേ. മൈനസ് ഓഫ് ഐ സ്ക്വയർ ഇസ് ഐ സ്ക്വയർ ഇൻറ്റു 1/2. അപ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ സ്ക്വയർ തന്നെ. 2i സ്ക്വയർ ബൈ 1/2 എന്ന് പറയും. ഐ സ്ക്വയർ ആണ് വേരിയൻസ് ഓഫ് എക്സ് ഐ വരുന്നത്. അപ്പോൾ ഓർക്കണം, വേരിയൻസ് ഓഫ് എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് x1? ദറ്റ് ഈസ് 1 സ്ക്വയർ അല്ലേ. വേരിയൻസ് ഓഫ് x2 എന്തായിരിക്കും? ദറ്റ് ഈസ് 2 സ്ക്വയർ. അങ്ങനെ വേരിയൻസ് ഓഫ് xn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n സ്ക്വയർ ആയിരിക്കും. അപ്പം ഇതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം അല്ലേ. അപ്പം നമുക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ വേരിയൻസ് ഓഫ് എൻ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ 0യിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എൻ? ദറ്റ് ഈസ് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഉണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ വേരിയൻസിന് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററിലേക്ക് നോക്കുകയാണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് എൻ ബൈ എൻ സ്ക്വയറിനെ ന്യൂമറേറ്ററിനെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. പിന്നെ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൻ സ്ക്വയർ എന്ന് കൂടി എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇപ്പം നമുക്ക് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാ എന്നുകളെയും നമുക്ക് പുറത്തേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ 1/n എന്നുള്ള രൂപത്തിൽ എല്ലാത്തിനെയും വരുത്താനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ ഓൾറെഡി ഒരു n ഉണ്ട്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു n പുറത്തേക്ക് എടുത്തു. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു n പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ പുറത്താരുണ്ടാവും? n ക്യൂബ് വരും അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് n പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇതിനെ 1 പ്ലസ് 1/n എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് n പുറത്തേക്ക് എടുത്തു. അപ്പം 2 അവിടെ നിന്നും ഇവിടെ n ഇല്ലാത്ത ടേമിനാണ് 1/n എന്ന് കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ 6n സ്ക്വയർ ഇങ്ങനെ എഴുതി. അപ്പോൾ ഈ n ക്യാൻസൽ ആകുമ്പം നമുക്ക് വരുന്നത് n ഇൻറ്റു 1 പ്ലസ് 1/n ഇൻറ്റു 2 പ്ലസ് 1/n ഡിവൈഡഡ് ബൈ 6 എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്താ സംഭവിക്കുന്നത്? വേരിയൻസ് ഓഫ് എൻ ബൈ എൻ സ്ക്വയറിൽ ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. കാരണം 1/n വരുന്നതാണ്. പക്ഷെ 1 പ്ലസ് 0 2 പ്ലസ് 0 ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു n ന്യൂമറേറ്ററിൽ നിൽക്കുന്നുണ്ട് അല്ലേ. ആ ന്യൂമറേറ്ററിൽ നിൽക്കുന്ന n ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് എന്തിലേക്ക് തന്നെ പോകുന്നത്? ദിസ് വിൽ ഓൾസോ ടെൻ ടു ഇൻഫിനിറ്റി. അപ്പം നമുക്ക് എന്ത് പറയാം? ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഡസ് നോട്ട് ഹോൾഡ് ഫോർ ദിസ് സീക്വൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് x ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 16, 2 ഫൈൻഡ് ദ അപ്പർ ബൗണ്ട് ഫോർ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x minus 16 ഗ്രേറ്റർ ദാൻ 6 യൂസിങ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x minus 16 ഗ്രേറ്റർ ദാൻ 6 അല്ലേ. അതിന് നമ്മൾ ആ എക്സ്പ്രഷനെ നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് എക്സിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വിത്ത് പാരാമീറ്റേഴ്സ് 16, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് expectation of x will be equal to 60. That is our mu അല്ലേ. ആൻഡ് സിഗ്മ ദറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 2 ആണ്.
അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മ്യൂ 16 ആണ്, സിഗ്മ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈയിങ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ടു ദി റാൻഡം വേരിയബിൾ എക്സ്. റാൻഡം വേരിയബിൾ എക്സിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ഏത് എക്സ്പ്രഷനാണോ കാണേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അപ്പർ ബൗണ്ട് ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാറ്റേണിലുള്ള പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t² എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ 1/t² അതിനെക്കാട്ടോ കുറവുമാണ്. അപ്പോൾ ഇതിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഏതാണ്? 1/t² ആണ്. ദാറ്റ് ഇസ് ഇറ്റ്സ് അപ്പർ ബൗണ്ട്. അപ്പോൾ അപ്പർ ബൗണ്ട് കാണുക എന്ന് പറയുന്നതുകൊണ്ട് ഈ പാറ്റേണിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിക്കും. നേരെ മറിച്ചിട്ട് ലോവർ ബൗണ്ട് കാണുമ്പോൾ ഈ 1 - 1/t² വരുന്നതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ആണ് അല്ലേ? മ്യൂ ഇവിടെ എന്താണ്? 16 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ. സിഗ്മ ഈസ് 2. അപ്പം ടി സിഗ്മ എന്നുള്ളതിന് 2t എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t². ഇതാണ് നമുക്ക് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാം 1നെയും 2നെയും. അപ്പോൾ കമ്പയറിങ് 1 and 2 രണ്ട് എക്സ്പ്രഷനുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2t വന്ന അവിടെ ഇവിടെ എന്താ 6 വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2t is equal to 6. or what is t? t is equal to 3. അപ്പോൾ t 3 കിട്ടി. അപ്പോൾ നമ്മൾ അപ്പർ ബൗണ്ട് എന്താണ്? അപ്പർ ബൗണ്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1/t² ആണ് കാണേണ്ടത്. 1/t², that is equal to 1/3². 1/9 ആണ് അല്ലേ? അപ്പോൾ 0.111 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇതാണ് നമ്മൾ റിക്വയേർഡ് അപ്പർ ബൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ f of x is equal to e raised to minus x, x is greater than or equal to 0. Show that Chebyshev's inequality gives probability of modulus of x minus 1 greater than 2 less than 1/4 and show that the actual probability is e raised to minus 3. അപ്പോൾ നമുക്ക് ഒരു റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട്. ആ റാൻഡം വേരിയബിളിൻ്റെ PDF തന്നിട്ടുണ്ട്. f of x is equal to e raised to minus x എന്നും x is greater than or equal to 0 എന്നും. എന്നിട്ട് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാണിക്കണം പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 ഇസ് ലെസ് ദാൻ 1/4 എന്ന് നമുക്ക് ആദ്യം കാണിക്കണം അല്ലേ? അപ്പോൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ PDF ഉള്ള ഈ റാൻഡം വേരിയബിളിൻ്റെ മീൻ നമുക്ക് അറിയണം. അതായത് മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്, അതായത് മ്യൂ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് അറിയണം. അതുമാതിരി ഇയാളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്താണ് എന്ന് നമുക്ക് അറിയണം. അത് അറിയണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് DX എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാം. അതുമാതിരി വേരിയൻസ് ഓഫ് എക്സും കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x² എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മീനും വേരിയൻസും അറിയെങ്കിൽ ഡയറക്റ്റുമായിട്ട് എഴുതാം. അപ്പം ഞാനത് ഡയറക്റ്റായിട്ട് എഴുതാൻ പോവാണ്. ഈ തന്നിരിക്കുന്ന PDF ഒരു എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെയാണ്. എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDFൻ്റെ രൂപം f of x is equal to തീറ്റ e raised to minus θx ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ തീറ്റ 1 ആയിട്ടുള്ള ഒരു എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/θ ആയിരിക്കും. ആൻഡ് അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 1/θ² ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൾ ആരാണ്? ഇറ്റ്സ് ആൻ എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾ, എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് തീറ്റ ഇസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് എക്സ്പെക്ടേഷൻ? ഇറ്റ്സ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/θ. അപ്പോൾ 1/1 ആണ്. 1. ദിസ് ഇസ് ദി മീൻ മ്യൂ. അതുമാതിരി അയാളുടെ വേരിയൻസ് എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 1/θ² വിച്ച് ഇസ് ഓൾസോ 1. അതാണ് നമ്മളെ സിഗ്മ സ്ക്വയർ
അല്ലേ? അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 1 വിച്ച് ഇസ് അഗെയിൻ 1. അപ്പോൾ നമുക്ക് മ്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയാം, സിഗ്മ എന്ന് പറയുന്നതും 1 ആണ് എന്നറിയാം, അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണു? അപ്ലൈയിങ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി. അപ്ലൈയിങ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ആളെ നോക്കിയിട്ട് വേണം ആ പാറ്റേണിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t². ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ, മ്യൂ എന്ന് പറയുന്നത് ഈ കേസിൽ 1 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ, ടി ഇൻറ്റു 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t² എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണ് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഏത് എക്സ്പ്രഷനാണ്? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 അതാണ് കാണേണ്ടത്. അത് ലെസ് ദാൻ 1/4 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കേണ്ട എക്സ്പ്രഷൻ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ടി വന്ന സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 2 ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/t² എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2² ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പിന്നെ നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഷോ ദാറ്റ് ദ ആക്ച്വൽ പ്രോബബിലിറ്റി ഈസ് e⁻³ അതായത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 എന്നെടുത്ത് ഡയറക്റ്റ് മെത്തേഡിൽ പ്രോബബിലിറ്റി കാണുമ്പോൾ അത് e⁻³ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് ആദ്യം മോഡുലസ് ഒഴിവാക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് മോഡുലസ് ഇവിടെ ഒഴിവാക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എക്സ് ഇസ് ഐദർ ലെസ് ദാൻ -2 ഓർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ +2 ഇങ്ങനെ നമുക്ക് എഴുതാം, അല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ -2 ഓർ എക്സ് ക്യാപിറ്റൽ എക്സ് ആണ് ഇവിടെ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 എന്ന് രണ്ടെണ്ണാക്കി എഴുതാം. ഓർ എന്നാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് പ്ലസ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ -2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 2 എന്ന് ആക്കിയിട്ട് എഴുതാം. ഓർ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ -2 അങ്ങോട്ട് -2 ഈ -1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -2 + 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 + 1 എന്ന് എഴുതും, അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ -2 + 1 ദാറ്റ് ഇസ് -1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഇപ്പോൾ 2 + 1 വന്നിട്ടുണ്ട് അവിടെ 3 എന്ന് എഴുതും. ഓർ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ലെസ് ദാൻ -1 ആണ്, അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1നെക്കാട്ടും കുറയുക എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇന്റഗ്രൽ -∞ ടു -1 f(x) dx എന്ന് നമ്മളിവിടെ എഴുതും. പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എക്സിൻ്റെ വാല്യൂ 3നെക്കാട്ടും കൂടുതലാവുക എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 3 ടു ∞ f(x) dx നമ്മളിങ്ങനെ എഴുതും. അപ്പം നമ്മളുടെ PDF എന്താണ്? ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് e⁻⁻x എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് നമ്മൾ റിയൽ ലൈനിൽ എക്സിൻ്റെ വാല്യൂ 0 ടു ∞ എന്ന് പറയുന്ന പോർഷനിലാണ് f(x) എന്ത് വരുന്നത്? e⁻⁻x വരുന്നത്. ബാക്കി എല്ലാവിടെയും f(x) എന്താണ്? 0 ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ ടു -1 ആണ്. അവിടെ f(x) 0 ആണ്. അതുകൊണ്ട് ഈ ടേം 0 ആയിപ്പോയി. പ്ലസ് 3 ടു ∞ എന്ന് പറയുന്ന റേഞ്ചിൽ, അല്ലേ, നമ്മളെ f(x) എന്താണ്? e⁻⁻x ആണ്. അപ്പോൾ e⁻⁻x dx എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻⁻x ഡിവൈഡഡ് ബൈ -1 ബിറ്റ്വീൻ ലിമിറ്റ്സ് 3 ആൻഡ് ∞. ഓർ ദിസ് ഇസ് ഈക്വൽ ടു
ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇ റേസ് ടു മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് 1. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0, മൈനസ് ഇ റേസ് ടു മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് 1 ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഇ റേസ് ടു മൈനസ് 3. ഇതാണ് നമ്മളുടെ ആക്ച്വൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി.